ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു പുതുമയുള്ളൊരു ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി റെസിപ്പിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ വളരെ സിമ്പിളാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിപ്പത്തിരിയിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഒരു ചിക്കൻ ചില്ലി ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ വളരെ കുഞ്ഞതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, ഒട്ടും തന്നെ കട്ടി പാടില്ല. നമ്മളിത് വീണ്ടും ഒന്ന് ചെറുതാക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് കുഞ്ഞതാക്കിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യുക. എന്നിട്ട് അത് നേരെ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് സോയ സോസ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. സോയ സോസാണ് മെയിനായിട്ട് നമ്മളിതിലേക്ക് മാരിനേഷനായിട്ട് കൊടുക്കുന്നത്. ചിക്കൻ വേറെ ഒന്നും നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സോയ സോസ് 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പം 3 തരം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടാകുമ്പോഴേ നമ്മൾ ആ ഒരു ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം മാക്സിമം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് ഓണിയൻ. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളി യൂസ് ചെയ്യുന്ന എല്ലാത്തിലേക്കും ഇത് യൂസ് ചെയ്യാം, ഈ ഒരു ഫ്രൈഡ് ഓണിയൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ളി യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഓയിലിലേക്ക് ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയല്ല ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു പിടികളൊക്കെ മതിയാകും. അപ്പം ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിടി ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൈഡ് ഓണിയൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് എണ്ണയിലൊന്ന് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം സവോള മതി. വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ടാവും, സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, വേറെ ഉപ്പ് എക്സ്ട്രാ ചേർക്കുന്നില്ല. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഉപ്പൊന്നും നോക്കാൻ വയ്യ. അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പ് എപ്പോഴും ഇങ്ങനത്തെ സ്നാക്സിലൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചില്ലി ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. ആകെ കുരുമുളക് പൊടിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്, ചിലർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സോസുകളൊന്നും ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വരണം. എന്നിട്ട് നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ കുറച്ചുകൂടെ ഒരു കളർഫുൾ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ ക്യാപ്സിക്കം ഇട്ടിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ക്യാബേജ് ഒന്നും അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം ചേർക്കുന്നില്ല, ലാസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കം ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പക്ഷേ ക്യാപ്സിക്കം മസ്റ്റായിട്ടും ചേർക്കാം കേട്ടോ. ക്യാബേജും ക്യാരറ്റും നമ്മൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആവണ്ട, എന്നാൽ കുറച്ച് എന്താ പറയുക, വെള്ളം പോലെ ആവും ചെയ്യരുത്. അങ്ങനത്തെ ഒരു പരുവമായിരിക്കണം നമ്മുടെ ഫില്ലിങ്. അപ്പോൾ അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബ്ലെൻഡറിൻ്റെ അടിയിൽ കട്ട പിടിച്ച് കിടക്കും. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
പിന്നെയും വീണ്ടും അര കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട, പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം നമ്മൾ ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പം 2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ചിലപ്പം കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ഇത് നന്നായിട്ട് അരച്ച ശേഷം വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് തന്നെ വെള്ളം വേണ്ടി വരും. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വേണ്ടി വരും. അതൊക്കെ നമ്മൾ നോക്കിയിട്ടെടുക്കുക കേട്ടോ. ഒരു ദോശ ഉണ്ടാക്കാൻ പരുവത്തിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് കട്ടിയിലുള്ള ബാറ്റർ അല്ല കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളവും ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പാന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ മതിയാവും. ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അപ്പം തന്നെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇത് ഭയങ്കര കട്ടിയിൽ ആക്കരുത് കേട്ടോ. കട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല തിന്നാവണം. പിന്നെ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒന്നുമില്ല മൈദപ്പൊടി ആയതുകൊണ്ട്. അപ്പോൾ നല്ല തിന്നായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറേ തവണ തിരിച്ചിട്ട് കൊടുക്കരുത്. മുകൾ ഭാഗം നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം അപ്പുറത്തെ സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്നങ്ങോട്ട് ചൂടായിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു ദോശ റെഡിയായി. അതേപോലെ തന്നെ ബാക്കി എല്ലാതും ചുട്ടെടുക്കുക കേട്ടോ. മറ്റേ സൈഡിൽ ഇതുപോലെ ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ദോശ എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ ചട്ടിപ്പത്തിരിയിലേക്ക് ഒരു 3 മുട്ടൊക്കെ വേണ്ടി വരും. അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ നമ്മളത് വയ്ക്കുന്ന ലാസ്റ്റത്തെ ഒരു പ്രിപ്പറേഷന് കുറച്ച് ഡിഫറെൻ്റ് ആക്കി എടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ ഫില്ലിങ്ങും ഡിഫറെൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട മിക്സർ അവിടെ ഇരിക്കട്ടെ. ഇനിയാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പം ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വശം ഇങ്ങനെ ബ്രൗൺ കളറും ഒരു വശം സാധാ ദോശയുടെ ആ ഒരു ടെക്സ്ചറുമാണ് ഉണ്ടാവേണ്ടത്. അതായത് ഒരു വശം നമ്മൾ ചപ്പാത്തിയുടെ ഒരു ടെക്സ്ചറും മറ്റേ വശം ദോശയുടെ ടെക്സ്ചറുമാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ദോശയാണ്. ഇനി നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലാണ് ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതുപോലെ ദോശ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ടെക്സ്ചറുള്ള ഭാഗം ഉണ്ടല്ലോ അത് തിരിച്ച് വെച്ച് കൊടുക്കണം. അതായത് ദോശയുടെ ടെക്സ്ചറുള്ള ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മൈദയും വെള്ളവും കൂടി പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചറാണ്. അത് നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാൻ വിട്ടു പോകണ്ട. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആ മുട്ടയുടെ മിക്സ്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ മിക്സ്ചർ സ്പ്രെഡ് ചെയ്യാൻ വിട്ടു പോകണ്ട, അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. എന്നിട്ട് ഫില്ലിങ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗത്ത് ഫില്ലിങ് വെക്കേണ്ട കേട്ടോ. 2 സൈഡിലും കട്ട് ചെയ്ത ഭാഗത്തിന് അടുപ്പിച്ചിട്ട് ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ലാസ്റ്റ് അറ്റത്തും വെക്കേണ്ട. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കോണ് പോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പം ഇത് ഫൈനലായിട്ട് വരുമ്പോൾ ഒരുപാട് ലെയേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ മടക്കി കൊടുക്കുക. എല്ലാവർക്കും ഒരേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കണ്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ചൊരു ഭാഗം വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടിയുടെ മിക്സ്ചർ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പീസ് മൊത്തത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അതൊന്ന് ഇതേപോലെ മൈദപ്പൊടിയുടെ മിക്സ്ചർ കൊണ്ട് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് ഒട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇനി നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതങ്ങനെ അങ്ങനെ അമർത്തി കൊടുത്താൽ തന്നെ അത് ഒട്ടിപ്പോവും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഫില്ലിങ് ഭയങ്കര കട്ടിയിൽ വെക്കണ്ട കേട്ടോ, ഒരു ഏകദേശം ഒരു ലെവലിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഓരോന്നും ദോശയും നമ്മൾ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കി അങ്ങനെ കുറേ തവണ അങ്ങനെ ആക്കി, അതിൽ ചിലത് നമുക്ക് ചിലപ്പം ഫ്ലെയിം കൂടിയപ്പം തിരിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. മുട്ടയുടെ മിക്സ്ചർ സ്പ്രെഡ് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ ദോശയുടെ ആ ഒരു ടെക്സ്ചറുള്ള ഭാഗം വേണം നമ്മൾ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സ്നാക്കായിട്ട് മാറും. ബാക്കിയുള്ള ഭാഗം നമ്മൾ വീണ്ടും ഇതുപോലെ മൈദപ്പൊടിയുടെ മിക്സ്ചറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഇനി പാന് നേരത്തെ നമ്മൾ ദോശ ചുട്ട പാൻ തന്നെ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് മതിയാവും കേട്ടോ. ഒരുപാട് നെയ്യൊന്നും വേണ്ട, അതുപോലെ ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഒരു സ്നാക്കല്ല ഇത്. എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ടയുടെ മിക്സ്ചർ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതിൽ ഈ ഒരു സ്നാക്ക് ഒന്ന് മുക്കിയെടുക്കുക. പൊട്ടി പോകുന്നില്ല കേട്ടോ, നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് കുക്ക് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്നാക്കിൻ്റെ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് വേണം മല്ലിയില വെച്ച് കൊടുക്കാൻ, എന്നാലേ അത് അതിലൊട്ടി പിടിക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് വശവും നന്നായിട്ട് കുക്കാവണം, നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്കാവണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ഭാഗം കാണാനൊരു മൊഞ്ചില്ലാത്ത പോലെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ മുട്ടയുടെ മിക്സ്ചർ ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ മല്ലിയില വീണ്ടും വെച്ച് കൊടുക്കുക. നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ രണ്ട് വശവും നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പോൾ ഇത് മുട്ടയുടെ മിക്സ്ചറിൽ നേരെ മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുള്ളത്. ഒരു വശം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ അകത്ത് നമ്മൾ മുട്ടയുടെ മിക്സ്ചറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. 2 തവണ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരൊറ്റ ലെയർ ഉണ്ടാവുള്ളൂ എന്നുള്ള, ഒരൊറ്റ ഫില്ലിങ് ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലെയേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാവും. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു ചട്ടിപ്പത്തിരിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഫില്ലിങ് നമ്മൾ ചിക്കൻ ചില്ലി ഫില്ലിങ് വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിപ്പത്തിരിയുടെ ആ ഒരു ലുക്ക് ശരിക്കും വരുള്ളൂ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ശരിക്കും ഒരുപാട് ലെയേഴ്സോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. അതാ ഇങ്ങനെ ഒരുപാട് ലെയേഴ്സോട് കൂടിയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ ആ സെയിം ലുക്കിൽ വരുന്ന നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടാവും. നോമ്പ് തുറയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറേ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.